ഹായ് ഹലോ വെൽക്കം ടു വൺസ്. ഇന്നത്തെ സെഷനിൽ നമ്മൾ മാനുഫാക്ചറിംഗ് പ്രോസസ്സ് KTU ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. മാനുഫാക്ചറിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിലെ മോഡ്യൂൾ 3 ആണ് ഇത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ മാനുഫാക്ചറിംഗ് പ്രോസസ്സ് കോഴ്സ് കോഡ് MET 204 ആണ്. അപ്പോൾ മോഡ്യൂൾ ഇനീഷ്യലി ഉള്ള പാർട്ട് എ പാർട്ട് ബി ഉണ്ട്. സിമിലർലി മോഡ്യൂൾ ഏത് മോഡ്യൂളായാലും അതിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ പാർട്ട് എ പാർട്ട് ബി വരുന്നുണ്ട്. അപ്പോൾ സിലബസ് നമ്മൾ നോക്കാൻ നേരത്തെ മോഡ്യൂൾ 3 എന്താ റോളിങ്ങിൻ്റെ പല ടൈപ്സ്, ഡിഫക്ട്സ്, വൈബ്രേഷൻ കേസ് വന്നിട്ടുണ്ട്. പിന്നെ ബൾക്ക് ഡീഫോർമേഷൻ ഓഫ് മെറ്റൽസിൽ എന്താ സ്ട്രെസ്, ഈൽഡ് ക്രൈറ്റീരിയ, വോൺ വിസ്കസ് കമ്പാരിസൺ, ഇതൊക്കെയാണ് എന്ത് സിലബസിൽ വരുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മോഡ്യൂളാണ്. നമ്മൾ 1 and 2 കമ്പയർ ചെയ്യാൻ നേരത്തെ കുറച്ചും കൂടി ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നൊരു മോഡ്യൂളാണ് എന്ത് മോഡ്യൂൾ 3. അപ്പോൾ നേരെ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. പാർട്ട് എ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എന്ത് വാട്ട് ഈസ് ത്രെഡ് റോളിംഗ്, കമ്പയർ ഇറ്റ് വിത്ത് ത്രെഡ് കട്ടിങ്. ത്രെഡ് റോളിങ്ങും ത്രെഡ് കട്ടിങ്ങും തമ്മിലുള്ള കമ്പാരിസൺ ആണ്. അപ്പോൾ ത്രെഡ് റോളിംഗ് എന്ന് പറയാൻ നേരത്തെ നിങ്ങൾക്ക് ഈ ഫിഗർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മളെന്താണ് ആ ഒരു ബോൾട്ടിലൊക്കെ ത്രെഡ് നമ്മളെന്താ റോൾ ചെയ്ത് ഫോം ചെയ്യുക. റോളിംഗ് എന്ന് പറയാൻ നേരത്തെ എന്താ 2 റോളേഴ്സിൻ്റെ ഇടയിൽ വർക്ക് പീസ് കംപ്രസ് ചെയ്ത് ഉള്ള പ്രോസസ്സാണ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മളെന്താണ് ഈ റോളേഴ്സിൽ എന്താണ് ആ ഒരു ത്രെഡ് ഷേപ്പ് ഉണ്ടാവും. സോ അത് കംപ്രസ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യാൻ നേരത്തെ എന്താ അതേ ത്രെഡ്സ് നമുക്ക് എന്താണ് ഈ ഒരു വർക്ക് പീസിൽ നമുക്ക് എന്താ അച്ചീവ് ചെയ്യാൻ പറ്റും. സോ ത്രെഡ് റോളിംഗ് ഈസ് എ മെറ്റൽ ഫോമിംഗ് പ്രോസസ് ദാറ്റ് ഫോംസ് സ്ക്രൂ ത്രെഡ് ബൈ പാസിംഗ് മെറ്റീരിയൽ അണ്ടർ ഹൈ പ്രഷർ. ക്ലിയർ? ഹൈ പ്രഷറിൽ കംപ്രസ് ചെയ്ത് നമുക്ക് വേണ്ട ത്രെഡ് ഒബ്റ്റെയിൻ ചെയ്യുന്നു. അപ്പോൾ ആസ് എ ടോൾഡ് മാനുഫാക്ചറിങ് സബ്ജക്റ്റിൽ എന്താ ഫിഗേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫിഗർ വരക്കുക, കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ എന്താ പ്രൊവൈഡ് ചെയ്യുക. ഇനി ഇതിനോടൊപ്പം തന്നെ ചോദിച്ചാണ് എന്ത് ത്രെഡ് കട്ടിങ് അല്ലേ. ത്രെഡ് കട്ടിങ് എന്ന് പറഞ്ഞാൽ സിമിലർ ആയിട്ട് തന്നെ ത്രെഡ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. പക്ഷേ ആ പേരിൽ തന്നെ എന്ത് കട്ടിങ് അല്ലേ. മറ്റേ റോളിംഗ് എന്ന് പറയുന്ന നേരത്തെ എന്താ ഒരു ഫോമിങ് ഓപ്പറേഷനാണ് അല്ലേ, കംപ്രസ് ചെയ്ത് ഡിസൈഡ്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ മെറ്റൽ റിമൂവൽ പ്രോസസ്സാണ് ത്രെഡ് കട്ടിങ് വരുമ്പോൾ. ഹെലിക്കൽ ഷേപ്പ് ഗ്രൂവ് ഉണ്ടാക്കുന്നുണ്ട്. നമ്മളൊരു സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ, മേ ബി സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ടേണിംഗ് ടൂൾ യൂസ് ചെയ്യും. അത് വെച്ചിട്ട് നമ്മൾ ലെയ്ത്തിലൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അത് ക്ലിക്ക് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും ത്രെഡ് എന്താ കട്ട് ചെയ്തെടുക്കുന്നു. സോ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് ത്രെഡ് കട്ടിംഗ് എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് ആൻ ഓപ്പറേഷൻ പെർഫോംഡ് ഓൺ ലെയ്ത്ത് ടു പ്രൊഡ്യൂസ് ത്രെഡ് ബൈ യൂസിങ് എ ടൂൾ ഹൂസ് ഷേപ്പ് വിൽ ബി സെയിം ആസ് ദാറ്റ് ഓഫ് ത്രെഡ്. ആ ഒരു ത്രെഡ് ഷേപ്പ് കിട്ടാനുള്ള ഷേപ്പിലായിരിക്കും എന്ത് ആ ഒരു ടൂൾ ഉണ്ടാകുന്നത്. ക്ലിയർ? ഇനി പാർട്ട് എയിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണത് സ്കെച്ച് എ ടൈപ്പ് ഓഫ് റോളിംഗ് പ്രോസസ് ആൻഡ് ഡിഫൈൻ ന്യൂട്രൽ പോയിന്റ്, ലാഗിങ് ആൻഡ് ലീഡിങ് സോൺ, ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് സ്ലിപ്പ്. സിമ്പിളാണ്. റോളിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് സ്കെച്ച് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് എന്താണ് ന്യൂട്രൽ പോയിന്റ് എന്താണ്, ലാഗിങ്, ലീഡിങ് സോൺസ്, ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് സ്ലിപ്പാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ റോളിംഗ് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഞാൻ പറഞ്ഞു എന്താ വർക്ക് പീസ് ഈസ് ബീയിങ് കംപ്രസ് ബിറ്റ്വീൻ 2 റൊട്ടേറ്റിംഗ് റോളേഴ്സ് ആണ്. 2 റോളേഴ്സ് ഉണ്ട്. അതിൻ്റെ ഇടയിൽ വർക്ക് പീസ് കംപ്രസ് ആവുന്ന നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള തിക്നെസ് അച്ചീവ് ചെയ്യും. അപ്പോൾ ഇത് നോക്കാൻ നേരത്ത് ന്യൂട്രൽ പോയിന്റ് എന്ന് പറഞ്ഞൊരു കേസ്, ഇതിന് നടുക്ക് വരുന്ന ന്യൂട്രൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ ആ ഒരു പോയിന്റിൽ എന്താ കോണ്ടാക്ട് സർഫസ് ഓഫ് റോൾ ആൻഡ് വർക്ക് എന്ന് പറയുന്ന നേരത്ത് എന്താ കോണ്ടാക്റ്റിലായിരിക്കും. അതേപോലെ എന്താ സർഫസ് വെലോസിറ്റി ഓഫ് റോൾ എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വൽ ആയിരിക്കും, ഈ വർക്ക് പീസിൻ്റെ ആ ഒരു വെലോസിറ്റിനോട് ഈക്വൽ ആയിരിക്കും. ഈ ഒരു പോയിന്റ് നോക്കി കാണാം, സർഫസ് വെലോസിറ്റി ഓഫ് റോൾ വിൽ ബി ഈക്വൽ ടു എന്താണ് വെലോസിറ്റി ഓഫ് വർക്കാണ്. ആ ഒരു പോയിന്റിന് നമ്മളെന്ത് ന്യൂട്രൽ പോയിന്റ് അല്ലെങ്കിൽ എന്താ നോ സ്ലിപ്പ് പോയിന്റ് എന്ന് പറഞ്ഞാൽ സർഫസ് വെലോസിറ്റി ഓഫ് ദി റോൾ വിൽ ബി ഈക്വൽ ടു എന്താണ് വെലോസിറ്റി ഓഫ് വർക്ക് പീസ്. വർക്ക് പീസിൻ്റെ വെലോസിറ്റിയും റോളിൻ്റെ സർഫസ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ സെയിം ആയ പോയിന്റിന് നമ്മളെന്ത് ന്യൂട്രൽ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അപ്പുറവും ഇപ്പുറവും ഉള്ള പോയിന്റ് സോൺസ് ആണെന്ത് ലാഗിങ്ങും ലീഡിങ്ങും സോൺസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഡിഫോർമേഷൻ സോൺസ് നമുക്ക് മെയിൻലി 2 റീജിയനായിട്ട് ഡിവൈഡ് ചെയ്യാം. ലാഗിങ് സോണും ഉണ്ട്, ലീഡിങ് സോണും ഉണ്ട്. അപ്പോൾ ലാഗിങ് സോൺ എന്ന് പറയുന്ന നേരത്തെ റോൾ സർഫസ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഹയർ ദാൻ വർക്ക് ആയിരിക്കും. ഈ ഒരു വർക്ക് പീസിനെക്കാട്ടും സ്പീഡായിരിക്കും എന്ത് ഈ ഒരു റോൾ സർഫസിലാണ് ഉണ്ടാവും. വേറെ ലീഡിങ് സോണിൽ എന്തായിരിക്കും ആ ഒരു വർക്കിൻ്റെ സ്പീഡായിരിക്കും കൂടുതൽ കമ്പയർഡ് ടു എന്താണ് ആ ഒരു റോൾ സർഫസ്. ക്ലിയർ ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ലാഗിങ് സോൺ ഇൻ വിച്ച് റോൾ സർഫസ് സ്പീഡ് ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് മെറ്റൽ. വേറെ എന്താ ലീഡിങ് സോൺ എന്ന് പറയുന്നത് എന്താ റോൾ സർഫസ് സ്പീഡ് ഈസ് ലോവർ ദാൻ ദാറ്റ് ഓഫ് ദി മെറ്റൽ. അതാണ് അത് തമ്മിലുള്ള വ്യത്യാസം. ഇനി മൂന്നാമത് നമ്മളോട് ചോദിച്ചത് എന്താ ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് സ്ലിപ്പ് എന്നാണ്. അതും ഇതിനോടായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്കൊരു ന്യൂട്രൽ പോയിന്റ് ഉണ്ട്, അവിടുത്തെ വെലോസിറ്റി ഇപ്പോൾ VN ആയിട്ട് കൺസിഡർ ചെയ്യാം. അതേപോലെ എന്താ കയറാൻ നേരത്തുള്ള ഈ ഒരു വർക്ക് എക്സ്പീരിയൻസ് അല്ലേ സ്ലിപ്പ് ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പുള്ള വെലോസിറ്റി സ്ലോവർ സ്പീഡ് എന്ന് പറഞ്ഞാൽ VA ആയിട്ട് കൺസിഡർ ചെയ്യാം. അതേപോലെ അപ്പുറത്തെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ VO, ന്യൂട്രൽ പ്ലെയിൻ കഴിഞ്ഞിട്ട് ഒരു ഫോർവേഡ് സ്ലിപ്പ് ഉണ്ടാകുന്ന സ്ഥലത്ത് VO. അപ്പോൾ സ്ലിപ്പ് എന്ന് പറയുന്ന നേരത്ത് ഡ്യൂ ടു റിഡക്ഷൻ ഇൻ തിക്നെസ്, ഈ തിക്നെസ് റെഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. കംപ്രഷൻ ഉണ്ടാകുമ്പോൾ കംപ്രസ് ചെയ്ത് അതിൻ്റെ തിക്നെസ് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഔട്ടർ വെലോസിറ്റി ഓഫ് മെറ്റൽ എന്ന് പറയുന്നത് എന്തായിരിക്കും ഹയർ ആയിരിക്കും ആഫ്റ്റർ റോളിംഗ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ന്യൂട്രൽ പോയിന്റ് ഓഫ് റോളിംഗ് വേർ സ്പീഡ് ഓഫ് റോളിംഗ് വിൽ മാച്ചസ് വിത്ത് ദി സ്പീഡ് ഓഫ് എന്താ മെറ്റലാണ്. അപ്പോൾ സ്ലിപ്പ് എന്ന് പറയാൻ നേരത്ത് ഈ ഒരു വ്യത്യാസം അല്ലേ നമ്മൾ മൂവ് ചെയ്യാൻ നേരത്ത്
അതിൻ്റെ അകത്തോട്ട് കയറി പുറത്ത് വന്നു കഴിയുമ്പോഴേക്കും വെലോസിറ്റി കൂടുന്നു, അതിന് മുമ്പ് വെലോസിറ്റി കുറവാണ്. അപ്പോൾ ആ ഒരു കേസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത്, ഇവിടെ ഉള്ളതിനും വെലോസിറ്റി കൂടുന്നു, അവിടെ ഒരു സ്ലിപ്പ് ഒക്കെ ഉണ്ട്, അതിനെക്കാട്ടും വെലോസിറ്റി കുറവാണ്. അപ്പോൾ ഒരു ഫോർവേഡ് സ്ലിപ്പും ബാക്ക്വേർഡ് സ്ലിപ്പും എന്താ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫോർവേഡ് സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഡ്യൂ ടു ഹൈ സ്പീഡ് ഓഫ് മെറ്റലാണ്. ബാക്ക്വേർഡ് സ്ലിപ്പ് എന്ന് പറയുന്ന നേരത്തെ എന്താണ്, നേരെ തിരിച്ച് ഹൈ സ്പീഡ് ഓഫ് റോൾ ആണ് വരുന്നത്. അപ്പോൾ ബാക്ക്വേർഡ് സ്ലിപ്പിൻ്റെ റിലേഷൻ എന്ന് പറഞ്ഞാൽ VN - VI/VN ആണ്. VN എന്ന് പറഞ്ഞാൽ ന്യൂട്രലിൻ്റെ സ്പീഡാണ്, VI എന്ന് പറയുന്നത് നമ്മൾ നോക്കി സ്ലോവർ സ്പീഡാണ് വരുന്നത്. ഫോർവേഡ് സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, V0 - VN/VN ആണ്. ക്ലിയർ? അപ്പോൾ ഫിഗർ വരയ്ക്കുക, കറക്റ്റായിട്ട് എന്താ ഓരോ പോയിന്റ്സും എന്താ എക്സ്പ്ലെയിൻ ചെയ്യും. സോ അതാണ് പാർട്ട് എയിലെ 2 ക്വസ്റ്റ്യൻ. സിമ്പിളാണ്, ഡയറക്റ്റ് നിങ്ങൾക്ക് മാർക്ക് വാങ്ങിക്കാം. ഫിഗേഴ്സ് വരയ്ക്കുക, കറക്റ്റായിട്ട് എന്താ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി നമുക്ക് പാർട്ട് ബിയിലേക്ക് പോവാം. മോഡ്യൂൾ 3 പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻ. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണെന്ത്, നരേറ്റ് ദി ഫീച്ചേഴ്സ് ഓഫ് 4 ഹൈ റോളിംഗ് മിൽ, പ്ലാനറ്ററി റോളിംഗ് മിൽ, ക്ലസ്റ്റർ റോളിംഗ് മിൽ. 3 സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. 4 ഹൈ റോളിംഗ് മിൽ എന്ന് പറയുന്നത് എന്താ, 4 റോളേഴ്സ് ഉണ്ടാവും. വർക്ക് പീസ് ഈസ് ബീൻ കംപ്രസ് ബിറ്റ്വീൻ 4 റോളേഴ്സ് ആണ്. 2 വർക്കിംഗ് റോളേഴ്സും 2 ബാക്കപ്പ് റോളേഴ്സും ആണ്. അപ്പോൾ നമ്മൾ റോളിംഗ് മിൽ അല്ലേ, റോളിംഗ് അറേഞ്ച്മെന്റ്സിൽ പല ടൈപ്പ് റോളിംഗ് മിൽസ് ഉണ്ട്. 2 ഹൈ, 3 ഹൈ, 4 ഹൈ, പ്ലാനറ്ററി, ഇങ്ങനെ ഒരുപാട് കേസുകളുണ്ട്. ഇത് ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ആയിട്ട് വന്നൊരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ചിലപ്പോൾ പല മിൽസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും, ഇല്ല ഇന്നത് പോയിന്റ് ഔട്ട് ചെയ്യാൻ പറയും. ഇവിടെ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, 4 ഹൈ റോളിംഗ് മില്ലാണ്. ഇതിൽ 4 റോളേഴ്സ് ഉണ്ടാവും. 2 എണ്ണമാണ് വർക്കിംഗ് റോളേഴ്സ്, 2 എണ്ണം എന്താ ബാക്കപ്പ്, ഒന്നും കൂടി പ്രഷർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ 4 റോളേഴ്സ് ഉള്ളതുകൊണ്ടാണ് എന്ത് 4 ഹൈ റോളിംഗ് മിൽ എന്ന് പറയണം. അപ്പോൾ നമുക്ക് നല്ലപോലെ ഒരു തിക്നെസ് റിഡക്ഷൻ അല്ലേ, ഒരു 2 ഹൈ 3 ഹൈ ഒക്കെ കമ്പയർ ചെയ്യുന്നിടത്ത് അതിനെക്കാട്ടും നല്ലൊരു റിഡക്ഷൻ നമുക്ക് എന്താ തിക്നെസ്സിന് എന്താ ഇതിൽ അച്ചീവ് ചെയ്യാൻ പറ്റും. ആൻഡ് മെയിൻ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബക്ലിങ്, വീലൊക്കെ വളഞ്ഞു പോവുക, അതൊക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. കാരണം ബാക്കപ്പ് റോൾസ് ഉള്ളതുകൊണ്ട്. അപ്പോൾ ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ അവോയ്ഡ് ചെയ്യാൻ പറ്റും. നല്ലൊരു പ്രഷർ തന്നെ എന്താ ഇതിൽ കൊടുത്ത് നമുക്ക് വേണ്ട തിക്നെസ്സിലേക്ക് നമുക്ക് എന്താ എത്തിക്കാൻ പറ്റും. സോ അതാണ് എന്ത് 4 ഹൈ റോളിംഗ് മിൽ എന്ന് പറയുന്നത്. ഇനി അടുത്താണ് എന്ത് പ്ലാനറ്ററി റോളിംഗ് മിൽ. പ്ലാനറ്ററി റോളിംഗ് മിൽ ഈ ഫിഗർ കാണുമ്പോൾ തന്നെ അറിയാം, പ്ലാനറ്റ് പോലെ തന്നെ നമ്പർ ഓഫ് അല്ലേ കുഞ്ഞു 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 റോളേഴ്സ് ഒരു വലിയ റോളേഴ്സിൽ എന്താ ഘടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇനി നമ്മൾ എന്താ പ്ലാനറ്ററി റോളിംഗ് മിൽ. ഒരു വർക്കിംഗ് റോൾസ് ഉണ്ട്, അതേപോലെ തന്നെ എന്താ ബാക്കപ്പ് റോൾസ് ഉണ്ട്. വർക്കിംഗ് റോൾസ് നിങ്ങൾക്ക് കാണാം, ഒരു N നമ്പർ കറസ്പോണ്ടിങ് ടു ദി ബാക്കപ്പ് റോളേഴ്സ്, ഒരുപാട് എന്താ വർക്കിംഗ് റോളേഴ്സ് അതുണ്ടാവും. അപ്പോൾ ഈ ലാർജ് ബാക്കപ്പ് റോളർ ഈസ് സറൗണ്ടഡ് ബൈ എന്താ നമ്പർ ഓഫ് പ്ലാനറ്ററി വർക്കിംഗ് റോളേഴ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ കണ്ടിന്യൂസ് റിഡക്ഷൻ അച്ചീവ് ചെയ്യാൻ പറ്റും. ലാർജ് തിക്നെസ് റിഡക്ഷൻ കമ്പയർഡ് ടു 4 ഹൈ മിൽ കുറച്ചും കൂടി ഹയർ റിഡക്ഷൻ കിട്ടും. പിന്നെ റോളിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ ഒരു ക്ലസ്റ്റർ മെഷീനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നല്ലൊരു അച്ചീവ്മെൻറ്റ് നമുക്ക് എന്താ ഉണ്ടാക്കാൻ പറ്റും. സോ അതാണ് എന്ത് പ്ലാനറ്ററി റോളിംഗ് മിൽ. ആൻഡ് ഫൈനലി തന്നെയാണ് എന്ത് ക്ലസ്റ്റർ റോളിംഗ് മിൽ എന്ന് പറയുന്നത്. ക്ലസ്റ്റർ എന്ന് പറയുന്നത് 2 സ്മോൾ ഡയമീറ്റർ വർക്കിംഗ് റോൾസും 4 മോർ ബാക്കിംഗ് റോളേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നോക്കി നമ്മൾ 4 ഹൈയുടെ വേറൊരു കോമ്പിനേഷനാണ് അല്ലേ, 2 വർക്കിംഗ് റോളേഴ്സും ബാക്കപ്പിന് വേറെ 2 ബാക്കപ്പ് റോളേഴ്സ് കൊടുത്തിട്ടുണ്ട്. 4 ഹൈയിൽ ഒരു സിംഗിൾ റോളർ വരുമ്പോൾ ഇവിടെ 2 എണ്ണമാണ് ബാക്കപ്പ് ചെയ്യുന്നത്. സോ ടോട്ടലി 4 റോളേഴ്സ് ബാക്ക് ചെയ്യുന്നു അല്ലേ. ഒരു 4 ഹൈയിൽ 2 റോളേഴ്സ് ആയിരുന്നു ബാക്ക് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ തന്നെ പോയിന്റ് ഔട്ട് ചെയ്ത് പറയാം അല്ലേ, തിക്നെസ് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ വെരി വെരി ഹൈ ആ കമ്പയർ ടു എ 4 ഹൈ മിൽ നല്ലൊരു 2 to 3 ടൈംസ് അല്ലേ, ഒരു 2 to 3 ടൈംസ് തന്നെ എന്താ തിക്നെസ് എന്താ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ? സോ അതാണ് എന്താ 3 നമ്മളോട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ 4 ഹൈ റോളിംഗ് മില്ല്, പ്ലാനറ്ററി റോളിംഗ് മില്ല്, ക്ലസ്റ്റർ റോളിംഗ് മില്ലാണ്. 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 2 മാർക്ക് വെച്ചിട്ടാണ് ഓരോ ക്വസ്റ്റ്യനും വന്നെ. ഫിഗർ വരയ്ക്കുക, മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യുക. ഫിഗർ വിട്ട് കളയരുത്, ഞാൻ എപ്പോഴും പറയണതാണ്. മാനുഫാക്ചറിങ് ആണോ ഫിഗറിനാണ് എന്ത് മെയിൻലി മാർക്ക് വരും. സോ അതാണ് എന്ത് 15A ക്വസ്റ്റ്യൻ 6 മാർക്ക്. ഇനി രണ്ടാമത്തെ 15B. If mu is the coefficient of friction between metal and roll surface and R is the radius of the roll, obtain an expression for maximum possible reduction in a single pass. അപ്പോൾ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് എന്താ മാക്സിമം പോസിബിൾ റിഡക്ഷൻ, ഒരു സിംഗിൾ പാസിൽ ഉണ്ടാവുന്ന മാക്സിമം പോസിബിൾ റിഡക്ഷൻ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഫിഗർ വരയ്ക്കാം. ഒരു ഫിഗർ മീൻസ് റോളിങ്ങിൻ്റെ കേസ്, ഇനീഷ്യലി TO തിക്നെസ് TAയിലേക്ക് എത്തുന്നു. എല്ലോൺ ആ ഒരു പോയിന്റ് എടുത്തേക്കുന്ന റോളേഴ്സ് നമ്മളൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നുണ്ട്, AOC എന്ന് പറഞ്ഞിട്ട്. സോ നിങ്ങൾക്ക് ഈ ട്രയാങ്കിൾ ഇവിടെ കാണാം, ട്രയാങ്കിൾ AOC റോളിങ്ങിനെ പോകുന്നു, അതിൻ്റെ ആ ഒരു ലെങ്ത്ത് എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു മാക്സിമം പോസിബിൾ റിഡക്ഷൻ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണം. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ ആൽഫ ആയിട്ട് എടുത്ത്, സോ ടാൻ ആൽഫ എന്ന് പറയുന്നിടത്ത് എന്താ AC/OC, ടാൻ ആൽഫ ഈക്വൽ ടു AC/OC ആണ്.
ഇനി ഒ സി എന്ന് പറയാൻ നേരത്ത് ഈ ഒരു പോയിന്റ് വരുന്നത് ഒ ബി ആണ് ആക്ച്വലി അതിൻ്റെ റേഡിയസ് വരുന്നത്. ഓക്കെ, റേഡിയസ് ഓഫ് ദി റോൾ എന്ന് പറഞ്ഞാൽ ഒ എ അല്ലെങ്കിൽ എന്താ ഒ ബി ആണ്. ഇനി എ സി എന്ന് പറയാൻ നേരത്ത് എന്താ നമ്മൾ എഴുതി എന്താ ആ ഒരു ലെങ്ത്, ആ പാസിലുള്ള അതിൻ്റെ അത്രയും പാസിലുള്ള ലെങ്ത് ആണ് എൽ പി എന്ന് പറഞ്ഞത്. സോ എൽ പി ബൈ ഒ സി. ഇനി എൽ പി എന്ന് പറയുന്ന നേരത്ത് എന്താ റൂട്ട് ഓഫ് ആർ ഡെൽറ്റ ടി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ആർ ഡെൽറ്റ ടി, ആർ റേഡിയസ്, ഡെൽറ്റ ടി എന്താ ആ തിക്നെസ് അല്ലേ, നമ്മൾ ഇനീഷ്യലി ഈ ഒരു പോയിന്റിൽ കാണിക്കുന്ന T0 - Ta/2ഉം T0 ആണ്. സോ അതിൻ്റെ തിക്നെസ് ബേസ് ചെയ്തിട്ടാണ് എന്ത് റൂട്ട് ഓഫ് ആർ ഡെൽറ്റ ടി വേണ്ടത്. ഇനി ഒ സി എന്ന് പറയുന്ന നേരത്ത് എന്താ ഈ ഒ സിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഒ ബി മൈനസ് എന്താ ബി സി എന്ന് എഴുതാം അല്ലേ. ഒ സി എന്ന് പറയുന്ന സംഭവത്തിന് ഒ ബി മൈനസ് ബി സി എന്ന് എഴുതാം. അപ്പോൾ ഒ സി ഈക്വൽ ടു ഒ ബി മൈനസ് ബി സി. അതിൽ ഒ ബി എന്ന് പറയുമ്പോൾ ഓൾറെഡി എന്താ എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ് അല്ലേ. ഒ എ ഒ ബി ഈക്വൽ ടു ആർ ആണ്. സോ ഒ ബി എന്ന് പറഞ്ഞാൽ 6, ബി സി എന്ന് പറയുന്നത് എന്താ ഈ എൻറ്റയർ റിഡക്ഷൻ ഓഫ് തിക്നെസ് ആണ്. അപ്പോൾ ഡെൽറ്റ ടി ബൈ 2. അപ്പോൾ ഒ സിനെ നമുക്ക് എങ്ങനെ എഴുതാം, ആർ മൈനസ് ഡെൽറ്റ ടി ബൈ 2 എന്ന് എഴുതാം. ഇനി എന്ത് ചെയ്യുക, ഈ ടാൻ ആൽഫയിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ടാൻ ആൽഫയിൽ എ സി എൽ പി ആയിരുന്നു. സോ എ സിക്ക് വരും റൂട്ട് ഓഫ് ആർ ഡെൽറ്റ ടിയും, അതേപോലെ തന്നെ ഒ സിക്ക് വരും നമുക്ക് എന്ത് എഴുതാം, ആർ മൈനസ് ഡെൽറ്റ ടി ബൈ 2 എന്ന് എഴുതാം. സോ ടാൻ ആൽഫ ഈക്വൽ ടു, ഞാനിവിടെ ഒന്നുകൂടി എഴുതാം, ടാൻ ആൽഫ ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ ഡെൽറ്റ ടി ഡിവൈഡഡ് ബൈ ആർ മൈനസ് ഡെൽറ്റ ടി ബൈ 2. സോ നമ്മൾ എഴുതിയത് ടാൻ ആൽഫ ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ ഡെൽറ്റ ടി ബൈ ആർ മൈനസ് ഡെൽറ്റ ടി ബൈ 2 ആണ്. ഇനി ഇതിൽ നമുക്ക് എന്താ ഇക്വേറ്റ് ചെയ്യാം, ടാൻ ആൽഫ ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ ഡെൽറ്റ ടി ബൈ ആർ. ഇതിൽ എന്ത് ചെയ്യുക, ഡെൽറ്റ ടി ബൈ 2 എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ സ്മോൾ ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ ഡെൽറ്റ ടി ബൈ 2 നെഗ്ലക്ട് ചെയ്യാം. ബാക്കി എന്ത് വരും, ആർ ഡെൽറ്റ ടി ബൈ ആർ എന്ന് വരും. ഇനി ഓൾറെഡി നമുക്ക് എന്താണ് ടാൻ ആൽഫ എന്ന് പറഞ്ഞാൽ എന്താ മ്യൂ ആണ്, കോഎഫിഷ്യന്റ് അല്ലേ, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. സോ ടാൻ ആൽഫ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ മ്യൂ എന്ന് പറഞ്ഞാൽ എഴുതാം. സോ മ്യൂ ഈക്വൽ ടു ഡെൽറ്റ ടി ബൈ ആർ. ഇനി ഇതിന് മൊത്തത്തിൽ നമ്മൾ സ്ക്വയർ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, മ്യൂ സ്ക്വയർ ഈക്വൽ ടു ഡെൽറ്റ ടി ബൈ ആർ എന്ന് വരും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം, ഡെൽറ്റ ടി ഈക്വൽ ടു എന്താ മ്യൂ സ്ക്വയർ ആർ എന്ന് കിട്ടും. അപ്പോൾ മാക്സിമം ഡ്രാഫ്റ്റ് അല്ലേ, നമ്മളോട് എന്താ എക്സ്പ്രഷൻ ഫോർ മാക്സിമം പോസിബിൾ റിഡക്ഷൻ, എന്തുമാത്രം റിഡക്ഷൻ ഉണ്ടായിരുന്ന ഡ്രാഫ്റ്റ് ഡെൽറ്റ ടി മാക്സ് ഈക്വൽ ടു എന്താ മ്യൂ സ്ക്വയർ ആർ. ബട്ട് മ്യൂ ഗ്രേറ്റർ ദാൻ ടാൻ എ ഫോർ റോളിംഗ് ആ കേസ് പറഞ്ഞിരിക്കുന്നു. ബട്ട് മാക്സിമം ഉണ്ടാകുന്ന റിഡക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, മ്യൂ സ്ക്വയർ ആർ ആണ്. കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ്റെ സ്ക്വയർ ഇൻറ്റു ആ റേഡിയസ് ആയിരിക്കും എന്ത് മാക്സിമം ഉണ്ടാവുന്ന റിഡക്ഷൻ. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണെന്ത്, വാട്ട് ഈസ് ഈൽഡ് ക്രൈറ്റീരിയ, എക്സ്പ്ലെയിൻ ട്രിസ്ക ആൻഡ് വോൺ മിസസ് ഈൽഡ് ക്രൈറ്റീരിയ. സോ അതിന് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ കൂടി 16A-B ആണ്. സോ 16A എന്ന് പറയുന്നത് എന്താ, ഡിഫൈൻ ട്രൂ സ്ട്രെസ്, ഫോൾസ് സ്ട്രെസ്, ആവറേജ് ഫ്ലോ സ്ട്രെസ്. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻ ആണ് 6 മാർക്ക് 8 മാർക്ക്. അതിൽ ഫസ്റ്റ് 16A ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ട്രൂ സ്ട്രെസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ലോഡിലേക്ക് അപ്ലൈ ചെയ്യണത് നമുക്കറിയാം സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഫോഴ്സ് ബൈ ഏരിയ അല്ലേ, അതാണ് നമ്മുടെ സ്ട്രെസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ട്രൂ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ അപ്ലൈഡ് ലോഡ് ഡിവൈഡഡ് ബൈ എന്താ ആക്ച്വൽ ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് ദി സ്പെസിമെന്റിനെയാണ് നമ്മളെന്ത് ട്രൂ സ്ട്രെസ് എന്ന് പറയുന്നത്. ഇനി എഞ്ചിനീയറിംഗ് സ്ട്രെയിൻ എന്ന് പറയുന്നത് എന്താണ്, എമൗണ്ട് ദാറ്റ് എ മെറ്റീരിയൽ ഡീഫോം പെർ യൂണിറ്റ് ലെങ്ത് ടു എന്താ ടെൻസൈൽ സ്ട്രെങ്ത്. അപ്പോൾ നോർമൽ സ്ട്രെസ് സ്ട്രെയിൻ്റെ കേസാണ്. അപ്പോൾ നമ്മളൊരു ഹുക്സ് ലോ ബേസ് ചെയ്തൊക്കെ പറയുമ്പോൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ് ഡീഫോർമേഷൻ ഉണ്ടാവും ഒരു പർട്ടിക്കുലർ പോയിന്റ് വരെ, ഇലാസ്റ്റിക് ലിമിറ്റ്. പിന്നെ എന്താണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ ഉണ്ടാവും. ഒരു ലോഡ് അപ്ലൈ ചെയ്ത് അൾട്ടിമേറ്റ് സ്ട്രെസ്സിൽ എന്താ ബ്രേക്കേജ് ഉണ്ടാവും. അപ്പോൾ ട്രൂ സ്ട്രെസ് എന്ന് പറയുന്നത് നോർമലി അപ്ലൈഡ് സ്ട്രെസ് ബൈ ആക്ച്വൽ ക്രോസ് സെക്ഷൻ ഏരിയ ആണ്. ഫ്ലോ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ടിപ്പിക്കലി ഡിനോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്താ ഇൻസ്റ്റന്റേനിയസ് ആണ്, ഒരു ഇൻസ്റ്റന്റിലുള്ള കേസാണ് എന്താ ഒരു അല്ലെ ഫ്ലോ ചെയ്യുമ്പോൾ. അപ്പോൾ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് സ്ട്രെസ് റിക്വയർഡ് ടു കണ്ടിന്യൂ പ്ലാസ്റ്റിക്കലി ഡിഫോമിങ് എ മെറ്റൽ ടു കീപ് ഫ്ലോയിങ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മെയിൻലി മോസ്റ്റ് കോമൺലി ത്രൂ എക്സ്ക്ലൂസീവ്ലി റെഫറൻസ് ആ ഒരു മെറ്റൽസിനെ ബേസ് ചെയ്തിട്ട് ഓരോ പോയിന്റിലും നമ്മൾ എന്താ ഫൈൻഡ് ഔട്ട് ചെയ്ത് വരുമ്പോഴാണ് എന്ത് ഫ്ലോ സ്ട്രെസ് വരുന്നത്. ആൻഡ് ഫൈനലി പറഞ്ഞത് എന്താ ആവറേജ് ഫ്ലോ സ്ട്രെസ്. ആവറേജ് ഫ്ലോ സ്ട്രെസ് എന്ന് പറയുന്നത് എന്താ ആവറേജ് വാല്യൂ ഓഫ് സ്ട്രെസ് ഓവർ ദി സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഫ്രം ദി ബിഗിനിങ് ഓഫ് ദി സ്ട്രെയിൻ ടു എന്താ ഫൈനൽ വാല്യൂ ആണ്. അപ്പോൾ YF എന്ന് പറയുന്നിടത്ത് അതിൻ്റെ റിലേഷൻ നമ്മൾ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുള്ളതാണ്, K∈n/1+n. അപ്പോൾ YF എന്ന് പറയുന്നത് ആവറേജ് ഫ്ലോ സ്ട്രെസ് ആണ്. എപ്സിലോൺ എന്ന് പറയുന്നത് എന്താ മാക്സിമം സ്ട്രെയിൻ ഡ്യൂറിങ് ഡിഫോർമേഷൻ ആണ്. ക്ലിയർ? അപ്പോൾ ഈ 3 കേസ് സ്ട്രെസ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ റെപ്രസെൻറ്റേഷനും ഗ്രാഫും കാര്യങ്ങളും മാർക്ക് ചെയ്യുക. ഓക്കെ, സോ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഈസ് ഈൽഡ് ക്രൈറ്റീരിയ, എക്സ്പ്ലെയിൻ ട്രിസ്ക ആൻഡ് വോൺ മിസസ് ഈൽഡ് ക്രൈറ്റീരിയ ആണ് വന്നത്. അപ്പോൾ ഈൽഡ് ക്രൈറ്റീരിയ ഓഫ് മെറ്റൽ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഹൈപ്പോത്തസിസ് ആണ് ഡിഫൈനിങ് എന്താ ലിമിറ്റ് ഓഫ് ഇലാസ്റ്റിസിറ്റിയും അതേപോലെ എന്താ ഓൺസെറ്റ് ഓഫ് പ്ലാസ്റ്റിക് ഡിഫോർമേഷനും ഓരോ സ്ട്രെസ്സിനനുസരിച്ച് പോസിബിൾ സ്ട്രെസ്സിനനുസരിച്ചുള്ള കേസുകളാണ്. അപ്പോൾ സെവറൽ പോസിബിൾ ഈൽഡ് ക്രൈറ്റീരിയ വരുന്നുണ്ട്. മെയിൻലി 2 ടൈപ്സ് ആണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യണത്. അതിൽ ഓരോ കേസ് ഞാൻ പറയാം. ഇപ്പോൾ കോമൺലി നമ്മളൊരു
ഏതൊരു വർക്ക് പീസ് എടുക്കണമെങ്കിൽ നമ്മൾ ഫോഴ്സ് എക്സേർട്ട് ചെയ്യാൻ നേരത്തെ ഡീഫോർമേഷൻ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈൽഡിങ് എന്ന് പറയുന്നത് ആ ഒരു പർട്ടിക്കുലർ പോയിന്റ് അല്ലേ, ഇനീഷ്യലി ഒരു ഇലാസ്റ്റിക് ഡീഫോർമേഷൻ, അത് കഴിഞ്ഞിട്ട് ഒരു പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ, പിന്നെ ഒരു ഈൽഡിങ് ഉണ്ടാവുന്നു, ഒരു അൾട്ടിമേറ്റ് പോയിന്റ് എത്തുമ്പോൾ എന്താണ് ഫ്രാക്ചർ ഉണ്ടാവും. അപ്പോൾ അതേപോലെ തന്നെ ഒരു കൺസ്ട്രക്ഷൻ എനി സ്ട്രെസ് ക്യാൻ ബി പ്ലോട്ടഡ് ആണ് നമുക്ക് എന്താ ചെയ്തിട്ട് ഒരു നോർമലി ഒരു എക്സാമ്പിൾ എടുക്കുന്ന യൂണിയാക്സലിൽ സിഗ്മ 0 കേസിൽ സിഗ്മ 1 ഈക്വൽ ടു സിഗ്മ 2 സിഗ്മ 3 0 പ്ലോട്ട് ചെയ്ത് നമ്മൾ വരക്കണേ. അപ്പോൾ ഒരു പ്യുവർലി ഹൈഡ്രോസ്റ്റാറ്റിക് കേസിൽ നമുക്ക് എന്താ സിഗ്മ 1 സിഗ്മ 2 സിഗ്മ 3 എന്ന് പറഞ്ഞാൽ എന്താ സിഗ്മ എച്ച് എല്ലാം ഒരു സെയിം വെക്ടർ ലൈനിലായിരിക്കും വരുന്നത്. അതേപോലെ ഫോർ എനി പോയിന്റ് ഓൺ ദിസ് ലൈൻ നമുക്ക് എന്താ ഒരു ഈൽഡിങ് ഉണ്ടാവുന്നില്ലെങ്കിൽ എന്താ മെറ്റൽസിന്റെ കേസിൽ നമുക്ക് എന്താ എക്സ്പെരിമെന്റിൽ പറയാം ഹൈഡ്രോസ്റ്റാറ്റിക് സ്ട്രെസ് ഡസ് നോട്ട് ഇൻഡ്യൂസ് എന്താണ് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ നോർമൽ കേസിൽ വരാൻ നിർത്തും. ഇനി യൂണി ആക്സിൽ ടെൻഷൻ എക്സ്പെരിമെന്റ് കേസിൽ ഇപ്പോൾ സിഗ്മ 1 വൈയും സിഗ്മ 2 സിഗ്മ 3 0 ആക്കുമ്പോൾ വൈ എന്ന് പറയുമ്പോൾ യൂണി ആക്സിൽ സ്ട്രെസ് ആണ്. അപ്പം ആ കേസിൽ നമുക്ക് എന്ത് സംഭവിക്കും ഈൽഡിങ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഒരു സർഫസ് എടുത്ത് നമ്മളൊരു ഹൈഡ്രോസ്റ്റാറ്റിക് ലൈനിൻ്റെ കേസിൽ നമ്മൾ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുമ്പോൾ ഡിപ്പെൻഡിങ് ഓൺ ഓരോ കേസുകൾ, ഇപ്പോൾ ഓരോ ഈൽഡ് കണ്ടീഷൻ എടുക്കാൻ നേരത്തെ ഇപ്പോൾ 0y0 ആവാം, 0y ആവാം, -y00 ആവാം, ഓരോ പോയിന്റ്സ് വെച്ച് നമ്മൾ എന്ത് ചെയ്യും ഇതിൻ്റെ കേസ് കൺസിഡർ ചെയ്യും. അപ്പോൾ ഒരു പ്ലെയിൻ ഡിഫൈൻഡ് ബൈ 3 പോയിന്റ്സ് y00 0y0 ആൻഡ് 00y എന്ന് പറയുന്ന നേരത്തെ എന്താ പാരലൽ ടു പ്ലെയിൻ ഡിഫൈൻഡ് എന്തായിരിക്കും നേരെ തിരിച്ചല്ലേ, ഒന്ന് ഇങ്ങോട്ട് പോകാൻ നേരത്തെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എന്താ -y00 0 -y0 എന്താ 00 -5. അപ്പോൾ അല്ലെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഈൽഡ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ എന്താ ഈ ഒരു റിക്വയർമെന്റ് ഒരു സിലിണ്ടറിൽ സാറ്റിസ്ഫൈ ചെയ്ത് വരുമ്പോഴാണ്. അപ്പോൾ ഈ ഒരു കൺക്ലൂഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം, ഈ ഒരു ഇക്വേഷൻ ഫോമിൽ സിഗ്മ 1 - സിഗ്മ 2 ഹോൾ സ്ക്വയർ പ്ലസ് സിഗ്മ 2 - സിഗ്മ 3 ഹോൾ സ്ക്വയർ പ്ലസ് സിഗ്മ 3 - സിഗ്മ 1 എല്ലാം കൂടി നമുക്ക് എന്താ കോൺസ്റ്റന്റിലേക്ക് സപ്പോസ് ചെയ്യാം. അതിൽ നിന്ന് എന്താ സിഗ്മ 1 വൈയും സിഗ്മ 2 സിഗ്മ 3 0 ആണെങ്കിൽ എന്താ ഈ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും 2y² കിട്ടും. ഇതാണ് എന്ത് വോൺ മൈസസ് എന്താ ഈൽഡ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞ് വരുന്നത്. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമ്മൾ ട്രേസ്ക ക്രൈറ്റീരിയ നോക്കാൻ നേരത്തെ ഇതിനെ നമുക്ക് എന്താണ് നോർമലി ഒരു മോർ സർക്കിൾ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ മോർ സർക്കിളിൽ വെച്ചിട്ട് ഇതേ റെഫറൻസ് പ്രിൻസിപ്പിൾ നമ്മൾ ചെയ്യാൻ നേരത്തെ സിഗ്മ 1 k സിഗ്മ 2 - k സിഗ്മ 3 0 കിട്ടും. അപ്പോൾ വോൺ മൈസസ് ക്രൈറ്റീരിയൻ ദെയർഫോർ എക്സ്പ്രസ് നമുക്ക് എന്ത് എഴുതാം 2y² = 6k², y = എന്ത് കിട്ടും k√3 എന്ന് കിട്ടും. അപ്പോൾ ഒരു സിമ്പിൾ ക്രൈറ്റീരിയ കേസിൽ എന്താ y00 0y0 ആൻഡ് 00y ആണ് എന്ത് ട്രേസ്കാസ് ക്രൈറ്റീരിയ. ഇതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്ത് പോകുന്നേ ഉള്ളൂ. ശരിക്കും ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ബട്ട് മെയിൻ കൺസെപ്റ്റ് അതിൽ മനസ്സിലാക്കുക, അതിലെന്ത് ചെയ്യുക വാല്യൂസ് നോട്ട് ചെയ്യുക, ആ ഒരു ഫിഗറും അതിൻ്റെ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷനും കാണിക്കുക, മെയിൻ ടേംസ് എഴുതുക, അത്രയാണ് വരുന്നത്. അല്ലാണ്ട് ഓവറായിട്ട് ഇതിലെന്താണ് അല്ലേ ഓരോ ക്രൈറ്റീരിയ കാര്യങ്ങൾ വരുമ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിൽ കൺവേ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ക്ലിയർ? സോ അത്രയാണ് നമുക്ക് എന്ത് മോഡ്യൂൾ 3 വരുന്ന ക്വസ്റ്റ്യൻസ്. സിമ്പിളാണ്, എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതിൽ ആ സെക്കൻഡ് കണ്ടൻസ് അല്ലെ ട്രേസ്ക ക്രൈറ്റീരിയ വോൺ മൈസസ് ഒക്കെയാണ് ഇത്തിരി കുഴപ്പം പിടിച്ചത്. ബട്ട് അതിനെന്ത് ചെയ്യുക ആ ഒരു ഫ്ലോയിൽ മനസ്സിലാക്കി വെക്കുക, അതനുസരിച്ച് ഇക്വേറ്റ് ചെയ്ത് എന്താ ചെയ്യുക. ഓക്കെ, സോ അടുത്ത സെഷനിൽ വീണ്ടും കാണാം. സോ ടിൽ ദെൻ താങ്ക് യു.